എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഈ വീഡിയോയിൽ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് സ്വാമി വിവേകാനന്ദയുടെ വിദ്യാഭ്യാസ സംഭാവനകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. Swami Vivekananda was born on 12th January 1863 in Calcutta. 1863 ജനുവരി 12 കൽക്കട്ടയിലാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. അദ്ദേഹം സ്പിരിച്വൽ ലൈഫ് തിരഞ്ഞെടുത്ത സമയത്താണ് സ്വാമി വിവേകാനന്ദ എന്ന പേര് സ്വീകരിച്ചത്. അദ്ദേഹം ലോകത്ത് അറിയപ്പെട്ടത് സൈക്ലോണിക് മങ്ക് ഫ്രം ഇന്ത്യ ആൻഡ് പാട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ, ദേശസ്നേഹിയായ സന്യാസി എന്നാണ് സ്വാമി വിവേകാനന്ദൻ അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അതായത് ജനുവരി 12 അന്നാണ് നമ്മൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ യൂത്ത് ഡേ ജനുവരി 12. അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിൽ ഒരു ഡിവൈൻ എൻലൈറ്റ്മെൻറ്റ്, ഒരു ആത്മീയമായിട്ടുള്ള ചിന്ത ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പരിചയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് സ്വാമി വിവേകാനന്ദൻ എല്ലാ പഠനവും നടത്തിയത്. He started Sri Ramakrishna Mission in 1899 to propagate his master's teaching. സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏത് വർഷം? 1899. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ടീച്ചിങ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. In 1893, he attended the World Parliament of Religion in Chicago. ഷിക്കാഗോയിലുള്ള വേൾഡ് പാർലമെൻറ്റിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള പ്രസംഗത്തെ ബേസ് ചെയ്തിട്ടാണ് ലോകം അദ്ദേഹത്തെ സൈക്ലോണിക് മങ്ക് ഫ്രം ഇന്ത്യ എന്ന് വിളിച്ചത്. അത് 1893 വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയനിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ സത്യാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുകയും ഒരിക്കൽ അദ്ദേഹം കേരളത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദ സമാധിയായത്. മഹാസമാധി ബേലൂർ മഠം വെസ്റ്റ് ബംഗാളിലാണുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ വ്യൂസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സ്വാമി വിവേകാനന്ദ ബിലീവ്ഡ് എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ. മനുഷ്യനിൽ ഒരു ദൈവാംശമുണ്ട്, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ പരിപോഷിപ്പിക്കുക എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിച്ചത്. ദാറ്റ് മീൻസ് ഓൾ നോളജ് കംസ് ഫ്രം വിത്തിൻ. എവിടുന്നാണ് അറിവെല്ലാം വരുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എഡ്യൂക്കേഷൻ ഷുഡ് ബി മാൻ മേക്കിംഗ്, ലൈഫ് ഗിവിംഗ് ആൻഡ് ക്യാരക്ടർ ബിൽഡിംഗ്. മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ആരുടെ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് ആണെന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് സ്വാമി വിവേകാനന്ദയുടെ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി മാൻ മേക്കിംഗ്, ലൈഫ് ഗിവിംഗ് ആൻഡ് ക്യാരക്ടർ ബിൽഡിംഗ്. മനുഷ്യ പരിവർത്തനത്തിന് വേണ്ടി, മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു പൊതുജീവൻ നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. സ്വഭാവ രൂപീകരണത്തെ സഹായിക്കുന്നതുമായിരിക്കണം. അദ്ദേഹം പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ജീവിതത്തിൽ ഉടനീളം വേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. It should be for the fullest development of human personality, self-discovery, self-perfection, self-awareness and self-manifestation. എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന, നമ്മളെ തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന, നമുക്ക് സ്വയം ഒരു അവബോധം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അതിനെയാണ് അദ്ദേഹം മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ? Education should be for the fullest development of human personality, self-discovery, self-perfection, self-awareness and self-manifestation. Swami Vivekananda was against the contemporary educational system, which turned men into slaves capable of slavery and nothing else. അക്കാലത്ത് നിലനിന്നിരുന്ന വിദ്യാഭ്യാസത്തെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിരുന്നു. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം മനുഷ്യനെ അടിമകളാക്കി മാറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ വേറൊരു പരിവർത്തനവും അവരിൽ വരുത്തുന്നില്ല. It turned men into slaves. മനുഷ്യനെ അടിമകളാക്കി മാറ്റുന്ന, മറ്റൊരാളുടെ ചിന്തയെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. For him, education means the process by which character is formed, strength of mind is increased and intellect is sharpened, as a result of which one can stand on one's own feet. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുന്ന, നമ്മുടെ ബുദ്ധിയെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ സ്വഭാവ രൂപീകരണവും നടത്തുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. എന്തൊക്കെയാണ്? ക്യാരക്ടർ ഈസ് ഫോംഡ്, സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ഈസ് ഇൻക്രീസ്ഡ്, ഇൻ്റലക്ട് ഈസ് ഷാർപ്പൻഡ് ആൻഡ് വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺസ് ഓൺ ഫീറ്റ്. റിയൽ എഡ്യൂക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് പ്രിപ്പയർസ് എ മാൻ ഫോർ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നല്ല രീതിയിൽ വിജയിക്കാൻ പ്രാപ്തനാക്കുന്ന, സഹായിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം.
ഇറ്റ് പ്രിപ്പയർസ് മാൻ ഫോർ സോഷ്യൽ സർവീസ് ആൻഡ് ഡെവലപ്സ് ഹിസ് ക്യാരക്ടർ. സ്വഭാവ രൂപീകരണം നടത്തുന്ന, നമ്മുടെ സാമൂഹിക സേവനത്തിന് വേണ്ടി ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. Education was a powerful instrument to achieve these developmental qualities in people. മനുഷ്യരിൽ നല്ല പരിവർത്തനങ്ങൾ വരുത്തുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള നല്ല ഹ്യൂമൻ ക്വാളിറ്റീസ് വളർത്തിയെടുക്കാൻ സാധിക്കൂ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. Swami Vivekananda's educational philosophy was based on idealism, naturalism, pragmatism, spiritualism, and internationalism. As an idealist, he insists that aim of education is to develop the child with moral and spiritual qualities. ഒരു കുട്ടിയിൽ സന്മാർഗവും ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ത് കാഴ്ചപ്പാടിനെയാണ് അത് വ്യക്തമാക്കുന്നത്? ഹിസ് ഐഡിയലിസ്റ്റിക് വ്യൂ, ആദർശവാദത്തെ. He emphasized that real education is possible only through nature and natural settings. യാഥാർത്ഥ വിദ്യാഭ്യാസം കുട്ടിക്ക് ലഭിക്കുന്നത് പ്രകൃതിയിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ത് കാഴ്ചപ്പാടിനെയാണ് അത് വ്യക്തമാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ നാച്ചുറലിസ്റ്റിക് വ്യൂ, പ്രകൃതിവാദ ചിന്തയെയാണ്. He was a pragmatist. He emphasized the great stress on Western education of technology, commerce, industry and science to achieve material prosperity. ടെക്നോളജി, കൊമേഴ്സ്, ഇൻഡസ്ട്രി, സയൻസ് ഈ സബ്ജക്റ്റൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പുരോഗതി സാധ്യമാകത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ പ്രാഗ്മാറ്റിക് വ്യൂ ആണ്. ആസ് ആൻ ഇൻ്റർനാഷണലിസ്റ്റ്, ഹി എംഫസൈസ്ഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഫോർ മേക്കിംഗ് ഹ്യൂമൻ എ വേൾഡ് സിറ്റിസൺ. മനുഷ്യനെ ഒരു ലോകോത്തര പൗരനാക്കി മാറ്റാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അല്ലാതെ ആ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ അവൻ്റെ ആ ചുറ്റുവട്ടത്ത് മാത്രം ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ഒന്നായിരിക്കരുത്. എങ്ങനെയാണ് ഒരു ലോകോത്തര പൗരനാക്കി അവനെ മാറ്റണം? എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് എ മാൻ എ വേൾഡ് സിറ്റിസൺ. Swami Vivekananda was an idealist or spiritualist, naturalist, pragmatist and internationalist. അടുത്തത് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ്. സ്വയം പുരോഗതിക്ക് വേണ്ടിയുള്ള ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അതായത് ഓരോ മനുഷ്യനെയും പുരോഗതിയിലേക്ക് നയിക്കണം, അവൻ്റെ കഴിവുകൾക്കനുസരിച്ച് അവനെ പ്രാപ്തനാക്കുന്ന ഒന്നായിരിക്കണം. അടുത്തത് എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ. എവരി വൺ ഹാസ് ടു ഗ്രോ ലൈക്ക് ഹിംസെൽഫ്. ആരെപ്പോലെയാണ് വളരേണ്ടത്? മറ്റൊരാളെ പോലെയല്ല, നമ്മളെപ്പോലെ തന്നെ. ഞാനെങ്ങനെയാണോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹം സ്വധർമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ. നോ വൺ ഹാസ് ടു കോപ്പി അതേഴ്സ്. ആരും മറ്റൊരാളെ അനുകരിക്കേണ്ട ആവശ്യമില്ല. ഈച്ച് ചൈൽഡ് ഷുഡ് ബി ഗിവൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് അക്കോർഡിംഗ് ടു ഹിസ് ഇന്നർ നേച്ചർ. ഓരോ വ്യക്തിക്കും തനതായിട്ടുള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റീസ് ഉണ്ട്, കഴിവുകളുണ്ട്. അതിനെ വളർത്തിയെടുക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അല്ലാതെ മറ്റൊരാളെ അനുകരിച്ച് അവനെപ്പോലെ ആവേണ്ട കാര്യമില്ല എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ ഓർ ഇന്നേറ്റ് എബിലിറ്റീസ്. അടുത്തത് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ സർവീസ് ഓർ സെർവിങ് ഹ്യൂമാനിറ്റി. സാമൂഹിക സേവനത്തിന് വേണ്ടിയായിരിക്കണം വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മനുഷ്യത്വത്തെ സേവിക്കാൻ വേണ്ടി, മനുഷ്യനെ സേവിക്കാൻ വേണ്ടിയായിരിക്കണം. എഡ്യൂക്കേഷൻ ഫോർ ഡെവലപ്പിംഗ് ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്. സാഹോദര്യം വളർത്തിയെടുക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഫോർ അറ്റൈനിങ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന, സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ക്യാരക്ടർ ഫോർമേഷൻ. സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ്, മാനേഴ്സ്, മെൻ്റൽ പവേഴ്സ് ആൻഡ് ഇൻ്റലിജൻസ്. എഡ്യൂക്കേഷൻ ഫോർ ഡെവലപ്പിംഗ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതം വളർത്തിയെടുക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അതായത് ഒരു കുട്ടിയുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയെ സഹായിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. എന്തിനു വേണ്ടിയാണ്? ഒരു ജനാധിപത്യ രാജ്യത്തെ വാർത്തെടുക്കാൻ വേണ്ടിയും നമ്മുടെ രാജ്യ പുരോഗതിക്കും വേണ്ടിയായിരിക്കണം വിദ്യാഭ്യാസം. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ സർവീസ്, എഡ്യൂക്കേഷൻ ഫോർ ഡെവലപ്പിംഗ് ഓഫ് ഫീലിംഗ് ഓഫ് ബ്രദർഹുഡ്, education for attaining self-reliance and self-sufficiency, education for character formation, education for developing spiritual life and education for democracy and national development. അടുത്തത് വിമൻ എഡ്യൂക്കേഷൻ.
സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വിമൻ എഡ്യൂക്കേഷൻ. The important feature of his scheme was female education. It should make them strong, fearless, and conscious of their chastity and dignity and enables them to stand on their own feet. സ്വയം പര്യാപ്തമാക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന അവരുടെ ഡിഗ്നിറ്റിയെ അല്ലെങ്കിൽ അവരുടെ അഭിമാനബോധത്തെ തിരിച്ചറിയുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം സ്ത്രീകൾക്കും കൊടുക്കുക. For this, curriculum should include religion, arts, science, housekeeping, cooking, sweeping, culinary arts, rules of domestic work and upbringing of children, and other subjects which are in accordance with the needs and interest of women. Japa, meditation and worship should form an indispensable part of teaching. സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്? അദ്ദേഹം പറയുന്നുണ്ട്, റിലീജിയൻ, ആർട്സ്, സയൻസ്, ഹൗസ്കീപ്പിംഗ്, കുക്കിംഗ്, sweeping, culinary arts, rules of domestic work, upbringing of children and other subjects. എന്തൊക്കെയാണ് അതർ സബ്ജക്ട്സ്? സ്ത്രീകളുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ളത്, അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് വുമൻ. അതുകൂടാതെ ജപ, മെഡിറ്റേഷൻ ആൻഡ് വർക്ക്ഷിപ്പ്. അടുത്തത് റോൾ ഓഫ് ടീച്ചർ ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകൻ്റെ പങ്ക് എന്താണ്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ടീച്ചർ ഒരു ഗൈഡ്, ഹെൽപ്പർ ആൻഡ് മോട്ടിവേറ്റർ. കുട്ടികളെ പ്രചോദനപ്പെടുത്തുന്ന, കുട്ടികൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ലിവിങ് മോഡൽ, ജീവിക്കുന്ന ഉത്തമ മാതൃകയായിരിക്കണം അധ്യാപകൻ എന്നാണ് പറഞ്ഞത്. The teacher should encourage the students to find out the hidden treasure of knowledge that lies dormant within him. ഒരു വ്യക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉണർത്തിയെടുക്കുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ. ഹി ഈസ് എ റിയൽ മോട്ടിവേറ്റർ. അടുത്തത് മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ. എന്തെല്ലാം രീതിയിലാണ് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കേണ്ടത്? അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നുണ്ട്, ദ ചൈൽഡ് ഷുഡ് ബി ടോട്ട് ത്രൂ ലവ്, ഹെൽപ്പ്, ഗൈഡൻസ്, കോൺസെൻട്രേഷൻ, ഡിസ്കഷൻ ആൻഡ് ബ്രഹ്മചര്യ. എന്തെല്ലാം രീതികളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കണം. കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം. ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഡിസ്കഷൻ, മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് ബ്രഹ്മചര്യ. ചർച്ചകൾ ചെയ്തും കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തുമൊക്കെയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ട്രാവൽ ഈസ് ആൻ ഐഡിയൽ മെത്തേഡ് ടു ലേൺ കൾച്ചർ, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. എങ്ങനെയാണ്? യാത്രകളൊക്കെ ചെയ്ത് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കണം. യാത്രകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയാനും നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച് അറിയാനും വിവിധ ഭാഷകൾ പഠിക്കാനൊക്കെ ധാരാളം യാത്രകൾ ചെയ്യുക എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, ഡിസ്കഷൻ, മെഡിറ്റേഷൻ, ബ്രഹ്മചര്യ ആൻഡ് ട്രാവൽ. അടുത്തത് കരിക്കുലം. പാഠ്യപദ്ധതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? അദ്ദേഹം പറയുന്നുണ്ട്, കരിക്കുലം ഷുഡ് ബി ദ സിന്തസിസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് വെസ്റ്റ് ആൻഡ് ഇന്ത്യൻ വേദാന്ത. എന്തിൻ്റെയൊക്കെ മിക്സ് ആയിരിക്കണം? ശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ഇന്ത്യൻ വേദാന്തയുടെയും ഒരു മിക്സ് ആയിരിക്കണം നമ്മുടെ കരിക്കുലം. സിന്തസിസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്ത്യൻ വേദാന്ത. It should include Western technology, science, religion, commerce, industry, arts, housekeeping, cooking, sweeping, culinary arts, rules of domestic work and upbringing of children. അതായത് വിമൻ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യുന്ന എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്യണം. അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജിയും ഇന്ത്യൻ വേദാന്തയും വേണം. അടുത്ത് ഡിസിപ്ലിൻ, അച്ചടക്കം. അദ്ദേഹം പറയുന്നുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ. കുട്ടികൾ സ്വയം ഒരു അച്ചടക്കം രൂപീകരിക്കട്ടെ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. ഡിസിപ്ലിൻ എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ. അടുത്ത് അദ്ദേഹം ഏറ്റവും എംഫസൈസ് ചെയ്തൊരു കാര്യമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇൻ ഓർഡർ ടു അറ്റൈൻ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് നെസസറി ടു ഡെവലപ്പ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി. നമുക്ക് സമ്പൂർണ്ണമായിട്ടൊരു വിദ്യാഭ്യാസം വേണമെങ്കിൽ എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മുടെ ശരീരത്തിന് വേണ്ടിയും മനസ്സിന് വേണ്ടിയും ആയിരിക്കണം. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷന് എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാമി വിവേകാനന്ദ. ത്രൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വി ക്യാൻ മേക്ക് അവർ ബോഡി സ്ട്രോങ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അടുത്തത് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, ബോധന മാധ്യമം ഏതായിരിക്കണം? മദർ ടങ്, മാതൃഭാഷയിലായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുകൂടാതെ ഒരു കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പൊതുവായ ഭാഷ കൂടി പഠിക്കണം.
mother tongue and common language. Common language is necessary to keep our country united. നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ, ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ വേണ്ടി നമുക്ക് പൊതുവായൊരു ഭാഷ വേണം എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. He appreciated the greatness of Sanskrit, that is the source of all Indian languages. With the absence of this knowledge, it will be impossible to understand Indian culture. നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഏറ്റവും സഹായകരമായ ഭാഷ സംസ്കൃതമാണെന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അപ്പോൾ കോമൺ ലാംഗ്വേജ് ആയിട്ട് സാൻസ്ക്രിറ്റിനെ കൺസിഡർ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ or medium of education? Mother tongue, but a common language should be added in the curriculum. അടുത്തത് മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ. അദ്ദേഹം പറയുന്നുണ്ട്, നിർബന്ധമായിട്ടും കുട്ടികൾക്ക് സന്മാർഗവും മതപരവുമായ വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ അതിൽ ഏത് റിലീജിയനെ എംഫസൈസ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. യൂണിറ്റി ഓഫ് ഓൾ റിലീജിയൻസ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. സർവ്വമത സൗഹാർദ്ദമാണ് അദ്ദേഹം പറഞ്ഞത്. According to Vivekananda, religion is the innermost core of education. Religion is as the rice and everything else like the curries. Taking only curries cause indigestion, and so is the case with taking rice alone. അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ, സന്മാർഗികവും മതപരവുമായ വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത്. അതായത് മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അതിൻ്റെ കൂടെയുള്ള കറികൾ മാത്രമാണ്. കറികൾ മാത്രം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. ചോറ് മാത്രം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് ഉത്തമ രീതിയിൽ വേണം വിദ്യാഭ്യാസം കൊടുക്കാൻ. മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ എലോങ് വിത്ത് ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളുടെയും കൂടെ ചേർന്ന് എന്തൊക്കെ വേണം? മോറൽ എഡ്യൂക്കേഷനും റിലീജിയസ് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കണം. അദ്ദേഹം അതിനെ സജസ്റ്റ് ചെയ്ത് ഗീത, ഉപനിഷത്ത് ആൻഡ് വേദാസ് ഈ മൂന്നെണ്ണമാണ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി ഗീത, ഉപനിഷത്ത് ആൻഡ് വേദ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം. അടുത്തത് എഡ്യൂക്കേഷൻ ഓഫ് മാസസ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി കൺഫൈൻഡ് ടു ദ വെൽ ടു ഡു പേഴ്സൺസ് ബട്ട് ഓൾസോ ടു ദ പുവർ പീപ്പിൾ. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള വ്യക്തികൾക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാസ് എഡ്യൂക്കേഷൻ ഇസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഇംപ്രൂവ് ദി ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സൊസൈറ്റി. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമതിക്ക് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടതാണ് മാസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് മാസസ്. എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ ഫോർ ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടി ഉള്ള വിദ്യാഭ്യാസം. അദ്ദേഹം അവരെ വിളിച്ച പേരാണ് ദരിദ്രനാരായൺ. അതായത് പാവപ്പെട്ട ആളുകളെ ദരിദ്രനാരായൺ എന്നാണ് സ്വാമി വിവേകാനന്ദ വിളിച്ചത്. ഗാന്ധിയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഒരേ ആശയം തന്നെയാണ് എഡ്യൂക്കേഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല എങ്കിൽ അധ്യാപകർ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇഫ് ദ ചിൽഡ്രൻ ഡു നോട്ട് കം ടു ദ സ്കൂൾ ദ ടീച്ചർ ഷുഡ് റീച്ച് ദം. അപ്പോൾ എഡ്യൂക്കേഷൻ ആർക്കൊക്കെ കൊടുക്കണം? ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, എഡ്യൂക്കേഷൻ ഫോർ ദ മാസസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ദ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അതിൽ റിച്ച്, പുവർ, യങ്, ഓൾഡ്, മെയിൽ, ഫീമെയിൽ ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നും പാടില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വൃദ്ധനെന്നോ ചെറുപ്പക്കാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ വ്യൂസ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് എഡ്യൂക്കേഷൻ ഷുഡ് ബി മാൻ മേക്കിംഗ്, ലൈഫ് ഗിവിംഗ് ആൻഡ് ക്യാരക്ടർ ബിൽഡിംഗ്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്വധർമ്മ, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ സർവീസ്, education for developing a feeling of brotherhood, education for attaining self-reliance and self-sufficiency, education for character formation, education for developing spiritual life, and education for democracy and national development. He emphasized women education and role of teacher is a guide, helper and motivator, and he should be a living example to the students. Method of education: discussion, meditation, concentration, brahmacharya and travel. Curriculum: it is a synthesis of science and technology and Indian Vedanta. Discipline should be self-discipline. Physical education should be given. Medium of education should be mother tongue. Along with a common language should be taught to the children. Moral and religious education should be emphasized. Gita, Upanishad and Vedas should be included. Education for the masses and education for the weaker section of the society.
എഡ്യൂക്കേഷൻ ഷുഡ് ബി ഗിവൺ ഇറസ്പെക്റ്റീവ് ഓഫ് റിച്ച് ആൻഡ് പുവർ, യങ് ആൻഡ് ഓൾഡ്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വാമി വിവേകാനന്ദയുടെ എഡ്യൂക്കേഷണൽ വ്യൂസും എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻസെ കുറിച്ചും പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.